നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ നിരവധിയാർന്ന ആഗ്രഹങ്ങൾ പല അവസരങ്ങളിലും കടന്ന് വരുന്നതാകുന്നു. ആ ആഗ്രഹങ്ങൾ ചിലത് നടക്കുകയും ചിലത് നടക്കാതിരിക്കുകയും ചെയ്യും. എന്നാൽ ഈ ആഗ്രഹങ്ങൾ മനസ്സിൽ വരുമ്പോൾ അത് നടക്കുമോ ഇല്ലയോ, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുക അസാധ്യമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ തൊടുകുറിയിലൂടെ അത് സാധ്യമാകുന്നു. കാരണം തൊടുകുറി സത്യമുള്ള ശാസ്ത്രമാണ്. അതിനാൽ തന്നെ തൊടുകുറിയിലൂടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും 2024 എന്ന ഈ പുതുവർഷത്തിൽ ആഗ്രഹങ്ങൾ നടക്കുമോ അതോ ഇല്ലയോ എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി 2 ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യത്തേത് ശംഖുപുഷ്പമാകുന്നു, ഏറ്റവും വിശേഷപ്പെട്ട പുഷ്പം. രണ്ടാമത്തേത് ചെമ്പരത്തി, ദേവിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള പുഷ്പം, ദേവിയുടെ കടാക്ഷത്താൽ വീടുകളിൽ വളരുന്ന പുഷ്പം. ഈ 2 പുഷ്പങ്ങളിൽ ഒരു പുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിനായി നിങ്ങൾ ഏവരും കണ്ണുകൾ ആദ്യം അടയ്ക്കുക. ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വരേണ്ടതാകുന്നു. എപ്പോഴും തൊടുകുറിയിൽ പറയുന്ന ആഗ്രഹങ്ങൾ ആകണം എന്നില്ല. മറ്റൊരു പുതിയ ഒരു ആഗ്രഹം, നിങ്ങളുടെ മനസ്സിലുള്ള മറ്റ് ഇതുവരെ പറയാത്ത ഒരു ആഗ്രഹമോ മറ്റോ നിങ്ങൾ ഈ സമയം മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ആഗ്രഹം നടക്കണം എന്ന് ഇഷ്ടദേവതയോട് പ്രാർത്ഥിക്കുക. കൂടാതെ 2024 തടസ്സങ്ങൾ കൂടാതെ ഈ ആഗ്രഹങ്ങൾ നടക്കുകയും സൗഭാഗ്യങ്ങൾ തേടി എത്തണം എന്നും പ്രാർത്ഥിക്കുക. ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നും പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പറയാം. അതിനു മുന്നോടിയായി ഏവരും ചെയ്യേണ്ടത് പതുക്കെ കണ്ണുകൾ തുറന്ന് ആദ്യം നിങ്ങൾ കാണുന്ന ചിത്രം ഏതാണോ ആ ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു. ഏവരും ഇപ്പോൾ പതുക്കെ കണ്ണുകൾ തുറക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പറയാം. അതിനു മുന്നോടിയായി നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ബുധനാഴ്ച നടത്തുന്ന വിശേഷാൽ വിഷ്ണു പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. ആദ്യത്തെ ചിത്രമായ ശംഖുപുഷ്പം തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാകുന്നു. ഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് എന്ന് തന്നെ പറയാം. 2024 ചില ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. എന്നാൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ്. ആ തടസ്സങ്ങളെ നിങ്ങൾക്ക് വഴിമാറ്റുവാൻ സാധിക്കും. അത് ഇഷ്ടദേവതയെ അടിയുറച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും ഈ തടസ്സങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കും. ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിർണായകമായ നേട്ടങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരമാണ് ഇത് എന്ന് തന്നെ പറയാം. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ് സമയം. ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. ഒരു നല്ല സുഹൃത്ത് നിങ്ങൾക്ക് വന്നു ചേരും. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്തരത്തിലൊരു വ്യക്തി കടന്നു വരും. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ആഗ്രഹം നടക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ആ വ്യക്തിയുടെ സഹായവും നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ജീവിതത്തിൽ നടത്തുവാൻ സഹായകരമായി തീരും. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ പുറത്തുനിന്നും ഒരു വ്യക്തിയുടെ സഹായത്താൽ നിങ്ങൾക്ക് ആഗ്രഹം എളുപ്പത്തിൽ നടത്തിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. കൂടാതെ നിങ്ങളുടെ ആഗ്രഹം അത് മനസ്സിൽ സൂക്ഷിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. പ്രവർത്തിക്കുകയാണ് എങ്കിൽ തടസ്സങ്ങൾ കൂടാതെ ആഗ്രഹം നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. 2024 എന്ന ഈ പുതുവർഷത്തിൽ ആ ആഗ്രഹം നടക്കും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ തീർച്ചയായും നിങ്ങൾ ആ ആഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതാകുന്നു. എന്നാൽ നിങ്ങൾക്ക് ഈ വർഷം ചില കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നതാകുന്നു. മനക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതിന് ചില തടസ്സങ്ങൾ സൃഷ്ടിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക എന്ന കാര്യവും പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. എന്നാൽ നിങ്ങൾ ചില വിജയങ്ങൾ വരുമ്പോൾ ആ വിജയങ്ങളിൽ മതിമറന്ന് ആസ്വദിക്കുകയാണ് എങ്കിൽ അത് ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കും. അതിനാൽ വിജയങ്ങൾ അമിതമായി ഒരിക്കലും ആസ്വദിക്കുവാൻ പാടുള്ളതല്ല.
വലുതും ചെറുതുമായ ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളിൽ ചില ആഗ്രഹങ്ങളാണ് നടക്കുക. എല്ലാം നടക്കും എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല. ജീവിതത്തെ ആസ്വദിക്കുവാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങൾ. വലിയ ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എങ്കിലും അതെല്ലാം വഴിമാറി പോകുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. പലരാലും നിങ്ങൾ പല കാര്യങ്ങളിലും ചതിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളാകുന്നു. വഞ്ചനകൾക്ക് വിധേയരായിട്ടുണ്ട് എന്നത് വാസ്തവമാകുന്നു. അത്തരം കാര്യങ്ങൾ 2024 സംഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും. ഈ കാര്യങ്ങൾ പ്രത്യേകം ഓർത്ത് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഫലങ്ങൾ നോക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം 2024 നടക്കും. കൂടാതെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയും ചെയ്യും. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. രണ്ടാമത്തെ ചിത്രമായ ചെമ്പരത്തിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ലക്ഷ്യങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് വലിയ നീക്കങ്ങൾ തന്നെ നടത്തേണ്ടതായി വരാം. അത്തരത്തിലുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തും. നിങ്ങളുടെ മനസ്സിൽ നിരവധിയാർന്ന ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ നടക്കണം എന്ന അമിതമായ ആഗ്രഹം നിങ്ങളിലുണ്ട്. പക്ഷേ പലവിധ തടസ്സങ്ങളാൽ നിങ്ങൾക്ക് ആ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉള്ളത്. എന്നാൽ അത് നിങ്ങളുടെ മനസ്സിൽ വളരെയധികം ദുഃഖങ്ങൾക്ക് കാരണമാകുന്നു എന്നതും വാസ്തവമായ കാര്യങ്ങൾ തന്നെയാകുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2024 എന്ന വർഷത്തിൽ ഈ കാര്യങ്ങളിൽ അല്പം മാറ്റങ്ങൾ വന്നു ചേരും. വിജയം നിങ്ങളുടെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു വർഷമാണ് 2024. വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് പോലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യത ഈ വർഷം വളരെ കൂടുതലാകുന്നു. ആ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയുവാൻ സാധിക്കും. കാരണം ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുന്ന ആ കാര്യങ്ങൾ അത് നിങ്ങളുടെ ആഗ്രഹത്തിന് അനുകൂലമായി തീരും. എന്നാൽ ആ കാര്യങ്ങളിൽ നിങ്ങൾക്ക് രണ്ടഭിപ്രായം വരികയാണ് എങ്കിൽ ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യത കുറയുന്നതാകുന്നു. അതിനാൽ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഈശ്വര വിശ്വാസം നിങ്ങൾക്ക് അനിവാര്യമായ ഘടകമാകുന്നു. നിങ്ങളുടെ ഇഷ്ടദേവത അഥവാ ദേവതകൾ ആരാണോ ആ ദേവതകളെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. കൂടാതെ നിങ്ങൾക്ക് അനിവാര്യമായത് കുടുംബദേവതയുടെ കടാക്ഷം കൂടിയാകുന്നു. കുടുംബദേവതയെയും നിങ്ങൾ ആരാധിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആഗ്രഹങ്ങൾ 2024 നടക്കും എന്ന് തന്നെയാണ് ഫലം. മനസ്സും ശരീരവും ശുദ്ധിയായി മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഒരിക്കലും നെഗറ്റീവായ ചിന്തകൾ, അത്തരം ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടുള്ളതല്ല. വിജയിക്കുമോ ഇല്ലയോ എന്ന രണ്ട് തോന്നൽ വരികയാണ് എങ്കിൽ ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യത മങ്ങലേൽപ്പിക്കുന്ന ഒന്നായി മാറും. ധൈര്യം നിങ്ങൾക്ക് അനിവാര്യമാകുന്നു. അതിനാൽ അല്പം കൂടി ധൈര്യം നിങ്ങൾക്ക് വന്നു ചേരേണ്ടതാകുന്നു. തീർച്ചയായും ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നത് ധൈര്യം വർദ്ധിക്കുവാൻ ഏറ്റവും ശുഭകരമാകുന്നു. നിത്യവും ഹനുമാൻ സ്വാമിയുടെ മന്ത്രം ജപിക്കുകയോ ആഴ്ചയിൽ ഒരിക്കൽ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ ചെയ്യേണ്ടതാകുന്നു. പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ശരിയായ രീതിയിൽ എപ്രകാരം നടത്തിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തെളിഞ്ഞു വരും. ഏറ്റെടുത്ത കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്നതും 2024 പ്രത്യേകതയായി തന്നെ പറയാം. അതിനാൽ തന്നെ ഇത്രയും കഴിവുള്ള നിങ്ങൾക്ക് ആ ആഗ്രഹങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, ആഗ്രഹ സാഫല്യം നേടിയെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. വിജയം, സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതേപോലെ തന്നെ വസ്തു, വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് വാങ്ങുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയത്തിൽ കലാശിക്കും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈ കാര്യങ്ങളാണ് പ്രധാനമായും രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുമായി ബന്ധപ്പെട്ട് പറയുവാൻ സാധിക്കുക. നിങ്ങൾ തീർച്ചയായും ശ്രമങ്ങൾ തുടരുക. പരാജയപ്പെടും എന്ന് തോന്നിയാൽ നിങ്ങൾ ഒരിക്കലും അത്തരത്തിലുള്ള ചിന്താഗതിയുമായി മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല. നിങ്ങളിൽ ഈശ്വര കടാക്ഷം വന്നു ചേരും. അതിനാൽ തീർച്ചയായും എത്ര പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. ഏവർക്കും 2024 എന്ന പുതുവർഷം
വളരെ ശുഭകരമായി തീരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.